ഒരു പുരാതന ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ പെട്ടെന്നൊരു ഊർജ്ജമാറ്റം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറും ചന്ദനത്തിരിയുടെ ഗന്ധം കൊണ്ടല്ല, അത് മന്ത്രജപങ്ങൾ കൊണ്ടുമല്ല. അതിന് കാരണം ആ കെട്ടിടം നിങ്ങൾ തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരു രഹസ്യം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ ഘടന എന്നത് ദൈവത്തിന് വസിക്കാനുള്ള ഒരു വീട് മാത്രമല്ല, അത് മനുഷ്യ മനസ്സിന്റെയും ശരീരത്തിന്റെയും കൃത്യമായ ഒരു ജാമിതീയ ഭൂപടമാണ്. സംസ്കൃതത്തിൽ വളരെ ശക്തമായ ഒരു ചൊല്ലുണ്ട്: ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സനാതനഃ. ഇതിനർത്ഥം മനുഷ്യ ശരീരമാണ് ക്ഷേത്രം, അതിനുള്ളിലെ ആത്മാവാണ് സനാതനനായ ദൈവം. പുരാതന ശില്പികൾ വെറും കെട്ടിടങ്ങളല്ല നിർമ്മിച്ചത്, മനുഷ്യ ശരീരത്തിന്റെ ഒരു ബൃഹദ് രൂപമാണ് അവർ ക്ഷേത്രങ്ങളിലൂടെ ആവിഷ്കരിച്ചത്. നിങ്ങളൊരു ക്ഷേത്രത്തിലൂടെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലെ പല തലങ്ങളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത്. നമുക്ക് ആ യാത്രയൊന്ന് ചെയ്തു നോക്കാം. ക്ഷേത്രം എന്നത് മലർന്നു കിടക്കുന്ന ഒരു മനുഷ്യ ശരീരമാണെന്ന് സങ്കല്പിക്കുക. ആദ്യം ഗോപുരം, ആ വലിയ പ്രവേശന കവാടം. ഇത് പാദങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പാദരക്ഷകൾ പുറത്ത് അഴിച്ചിടുന്നത്. ഭൗതിക ലോകത്തിലെ പൊടിയും അഴുക്കും ആ ദിവ്യരൂപത്തിന്റെ കാൽക്കൽ നിങ്ങൾ ഉപേക്ഷിക്കുന്നു. ഉള്ളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ കൊടിമരം, ധ്വജസ്തംഭം കാണുന്നു. ഇത് ഭൂമിയെ ആകാശവുമായി ബന്ധിപ്പിക്കുന്ന നട്ടെല്ലിനെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിന്റെ ഉണർവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുന്നോട്ട് നടക്കുമ്പോൾ നിങ്ങൾ മണ്ഡപത്തിലെത്തുന്നു. ഇത് ഉദരത്തെ അഥവാ വയറിനെ സൂചിപ്പിക്കുന്നു. ഇവിടെയാണ് ആളുകൾ കൂടുന്നതും പ്രവർത്തനങ്ങൾ നടക്കുന്നതും ആശയങ്ങളുടെ ദഹനം നടക്കുന്നതും. ഇനി വഴി ഇടുങ്ങിയതാകുന്നു, വെളിച്ചം കുറയുന്നു. നിങ്ങൾ ഭൗതിക ശരീരത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് നീങ്ങുകയാണ്. ഒടുവിൽ നിങ്ങൾ ഗർഭഗൃഹം അഥവാ ശ്രീകോവിലിൽ എത്തുന്നു. ഗർഭഗൃഹൻ എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഗർഭപാത്രം എന്നാണ് അർത്ഥം. ഘടന അനുസരിച്ച് ഇരുളടഞ്ഞ ഈ മുറി ശിരസിനെ അഥവാ തലയെ പ്രതിനിധീകരിക്കുന്നു. അതിന് തൊട്ടുമുകളിലുള്ള താഴിക്ക് കുടമോ അത് കിരീടം അഥവാ സഹസ്രാരമാണ്. ഈ തലയ്ക്കുള്ളിൽ തലച്ചോറിന്റെ മധ്യഭാഗത്തായി പൈനിയൽ ഗ്രന്ഥി ഇരിക്കുന്ന സ്ഥാനത്ത് വിഗ്രഹം ഇരിക്കുന്നു. വിഗ്രഹം പ്രതിനിധീകരിക്കുന്നത് ജീവനെ അഥവാ ശുദ്ധമായ ബോധത്തെയാണ്. ഇവിടത്തെ രഹസ്യം ലളിതവും എന്നാൽ ആഴമേറിയതുമാണ്. ദൈവം വസിക്കുന്നത് നിങ്ങളുടെ തന്നെ മനസ്സിന്റെ ഉള്ളിലാണെന്ന തിരിച്ചറിവിന് നേർക്കാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഓർക്കുക, തീർത്ഥാടനം എന്നത് പുറത്തുള്ള ഒന്നല്ല. ക്ഷേത്രം ഒരു കണ്ണാടിയാണ്. അത് നിങ്ങളോട് പറയുന്നു, സ്വന്തം ഉള്ളിലേക്ക് നോക്കൂ.